ഹലോ, എല്ലാവർക്കും അരുണാചൽ മല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ബീഫ് ബിരിയാണി ആയിട്ടാണ്. കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് 1.5 കുടം വെളുത്തുള്ളിയുടെ അല്ലികൾ, എരിവിനാവശ്യമായ പച്ചമുളക് ഞാനൊരു 6 എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എന്നിവ നല്ലതുപോലെ ചതച്ചെടുക്കണം. അരഞ്ഞു പോകാൻ പാടില്ല, ചതച്ചെടുക്കണം. അപ്പോൾ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബീഫിൽ ഈ കുറച്ച് മസാലകൾ തിരുമ്മിയിട്ട് ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കും. അതാണ് ഈ ബിരിയാണിക്ക് ഇത്രയും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നതെന്ന് നോക്കിയാലോ. അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതും പിന്നെ ഒരു കൈപ്പിടി നിറയെ പുതിനയിലയും മല്ലിയിലയും നാരങ്ങ നീരും മഞ്ഞപ്പൊടിയും കുരുമുളകും ബിരിയാണി മസാലയും ഗരം മസാലയും തൈരും ഇവ ചേർത്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം, ഒരു 1/2 കഷ്ണം സബോള അരിഞ്ഞതും, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ തിരുമ്മിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലയ്ക്ക്. ഇപ്പോൾ ഇതാ ഒരു 6-7 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഓരോ കുക്കറിനനുസരിച്ചിരിക്കും കേട്ടോ വേവ്. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. ആ സമയത്ത് കൊണ്ട് നമുക്കിനി മസാലയ്ക്കുള്ള ഉള്ളി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ വഴറ്റല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 6 വലിയ സബോള എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ സ്ലൈസ് ചെയ്തതും 4 തക്കാളി സ്ലൈസ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ എണ്ണയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്, ബീഫും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സബോള ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരച്ച് വെച്ചത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർക്കണം. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തത് കൊണ്ട് തന്നെ നമുക്കിനി വെന്ത് അധികം ഇട്ട് വഴറ്റാനൊന്നുമില്ല. ജസ്റ്റ് അതിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല എന്നിവയാണ്. ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു 4 സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. അത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ ബീഫിൽ കാണുമ്പോൾ അറിയാം അത്യാവശ്യം വെള്ളമുണ്ട്. അത്യാവശ്യം വെള്ളം വേണം, എന്നാലാണ് നമ്മൾ ദം ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കുകയുള്ളൂ. പിന്നെ ഈ വെള്ളം ഞാൻ കുറച്ചൊന്ന് കുറുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ട് ഇളക്കുക. കൂടെ തന്നെ 6 kg നെയ്യ് ഉണ്ടല്ലോ, 6 kg നെയ്യ് ചേർക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല ഫ്ലേവറാണ്. അതും കൂടെ ചേർത്ത് നമ്മൾ മസാല മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ 6 kg നെയ്യും ചേർത്ത് നല്ലതുപോലെ ചൂടാവുമ്പോൾ ഹോൾ ഗരം മസാല ചേർക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ ഒരു ബേ ലീഫ്, ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ പൊട്ടിക്കണം. അതിനുശേഷം 1 സബോള കട്ട് ചെയ്തതും ചേർത്ത് അതൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 4 ഗ്ലാസ് അരിയാണ്. 4 ഗ്ലാസ് അരി 20 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത്. അങ്ങനെ ചേർത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും ചോറ് കട്ടയായി പോവാതിരിക്കാൻ ആവശ്യമായിട്ട് നാരങ്ങ നീരും ചേർത്ത് മൂടി വെച്ച് വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വാലാൻ വെച്ചിരിക്കുന്ന അരി ചേർത്ത് ആദ്യം തീ കൂട്ടി വെക്കണം. തിളച്ച് വരുമ്പോൾ തീ സിമ്മിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനുശേഷം ദം ചെയ്യാനുള്ള പാത്രത്തിൽ മസാല ആദ്യം നിരത്തുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ചേർക്കുക. അതിനുശേഷം തട്ടായിട്ട് 2 ലെയറായിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. അരി ഇടുക, അതിന് മുകളിലേക്ക് നെയ്യ് ഒഴിക്കുക, കുറച്ച് ഗരം മസാല ചേർക്കുക, അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് അടുത്ത ലെയർ ചോറിടുക. അതിന് മുകളിലേക്ക് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ 6 kg നെയ്യും എല്ലാം ചേർത്ത് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയിൽ വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഞാനൊന്ന് ഒഴിക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി.
എന്നിട്ട് നല്ലതുപോലെ ലെയർ ചെയ്ത് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മുടെ ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ അടപ്പും വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വീണ്ടും ദം ചെയ്യണം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് തീ കൂട്ടി വെക്കണം. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്തിട്ട് അതേപടി വെക്കണം. കുറച്ചൊരു അരമണിക്കൂറെങ്കിലും മിനിമം തുറക്കാതെ തന്നെ വെക്കണം. അപ്പോഴാണ് റൈസിനൊക്കെ നല്ല ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബിരിയാണി തയ്യാറാക്കി നോക്ക്, എന്തായാലും ഫ്ലോപ്പ് ആവില്ല. നല്ല അടിപൊളി ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബീഫ് ബിരിയാണി നമുക്ക് റെഡിയായി കിട്ടും. നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന അതേ ബിരിയാണിയുടെ ടേസ്റ്റാണ് കേട്ടോ അത്. ഇതിന് ഏറ്റവും എടുത്ത് പറയേണ്ടത് റൈസിൻ്റെ ഫ്ലേവറാണ്, അടിപൊളി. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല എന്ത് രസമാണെന്ന് നോക്കി കാണാൻ. പിന്നെ നമ്മുടെ മലബാർ സൈഡ് അല്ലെങ്കിൽ മലബാർ ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരിയാണ്. ഞങ്ങൾക്കിവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ബസ്മതി റൈസ് എടുത്തത്. അപ്പോൾ നിങ്ങൾ കൈമ റൈസ് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നല്ല അടിപൊളി ബിരിയാണി കിട്ടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ബൈ.